ഇന്നത്തെ ഹുബ്ബ് റസൂൽ നമുക്ക് ദുആ ചെയ്യാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീഴുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപ്പയില്ലല്ലോ. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹാ പ്രിയപ്പെട്ട പൊന്നുമോനെ ആരെയെങ്കിലും ഒന്ന് പാല് കുടിപ്പിക്കാൻ ഏൽപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലാണുള്ളത്. അല്ലാഹുവേ പടച്ചവനെ, മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരുപാട് ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? മക്കത്തേക്ക് വന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തവർക്ക് മുലപ്പാൽ കൊടുത്ത് അവിടുന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഉദരപൂരണം നടത്തുന്ന ഒരുപാട് സ്ത്രീകൾ ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ബനൂ സഅദ് ഗോത്രത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ മക്കത്തേക്ക് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി വരികയാണ്, മുലപ്പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും കൂടി അതിനു വേണ്ടി ഒരുങ്ങി വരികയാണ്. എല്ലാവരും ഒട്ടകപ്പുറത്തും പല രീതിയിലാണ് വരുന്നത്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും വന്നത് ഒട്ടകത്തിന്റെ മുകളിൽ തന്നെയാണ്. പക്ഷേ ആ ഒട്ടകത്തിന് പൂർണ്ണമായ ആരോഗ്യമില്ല. നല്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ആ ഒട്ടകത്തിന് ക്ഷീണമാണ്, പ്രയാസമാണ്. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ ഏറ്റവും അവസാനമാണ് മക്കത്തേക്ക് എത്തുന്നത്. പോയ സ്ത്രീകളെല്ലാം വളരെ നേരത്തെ തന്നെ അവരുടെ വാഹനപ്പുറങ്ങളിൽ ഏറിയിട്ട് മക്കത്തേക്ക് എത്തിയിട്ട് വലിയ വലിയ പ്രമാണികളുടെ മക്കളെയൊക്കെ ഏറ്റെടുക്കുകയാണ്. അവിടെ തഴയപ്പെട്ട ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവിടെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു മാറ്റിവെച്ച ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതാണ് ആമിനയുടെ മുത്തുമോൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓമന മുഹമ്മദീനി ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിത്തില്ല. ആമിന ബീവിന്റെ ഖൽബിൽ നൊമ്പരം പെരുത്ത് ആറ്റലായ മോനെ ഓർത്ത് വേദന കുരുത്ത്. ആരുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കുഞ്ഞുകുട്ടി, മുഹമ്മദ് എന്ന പിഞ്ചുബാലൻ, ഉപ്പയില്ലാത്ത വേദന, പരിചരിക്കാൻ ആളില്ലാത്ത നൊമ്പരം, തന്നെ മുലപ്പാൽ ഊട്ടാൻ വേണ്ടിയിട്ട് വന്ന സ്ത്രീകൾ ആരും ഏറ്റെടുക്കുന്നില്ല. ഉപ്പയില്ലാത്ത ഒരു അനാഥ കുട്ടിയല്ലേ. അതുകൊണ്ട് സമ്പന്നരുടെയും മിടുക്കന്മാരുടെയും പ്രമാണികളുടെയും മക്കളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും പോയി. ഹലീമ ബീവി എന്ന